മായ മർദ്ദനത്തിന് വിധേയനാക്കി 47-കാരനെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ റോഡരികിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ എറണാകുളം കൂനമാവിലെ ഇവാഞ്ചലാശ്രമം അഗതി മന്ദിരത്തിന്റെ ഉടമയായ ബ്രദർ അമൽ എന്നറിയപ്പെടുന്ന അമൽ ഫ്രാൻസിസ്, ഇയാളുടെ വളർത്തുമകൻ ആരോമൽ, കോട്ടയ്ക്കൽ സ്വദേശി നിധിൻ എന്നിവരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട ഇതര സംസ്ഥാനക്കാരെ കൂടി പിടികൂടാനുണ്ട്. കൊലക്കേസ് പ്രതിയായ ആലപ്പുഴ സ്വദേശി സുദർശനെ അഗതി മന്ദിരത്തിലെ മറ്റന്തേവാസികളാണ് ക്രൂരമായി മർദ്ദിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിയ സംഭവമായിരുന്നു. ഒരു കൊലക്കേസ് പ്രതിയെ, അതും മാനസിക വിഭ്രാന്തിയെ തുടർന്ന് കൂനമ്മാവിലെ അഗതി മന്ദിരത്തിലെത്തിച്ച പ്രതിയെ അവിടുത്തെ അഗതി മന്ദിരത്തിൽ അന്തേവാസികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. അയാളുടെ ഒരു കണ്ണ് പൂർണ്ണമായും തകർത്ത നിലയിലായിരുന്നു, ജനനേന്ദ്രിയം തകർത്ത നിലയിലായിരുന്നു. എന്താണ് ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ കേസിൽ ഈ അഗതി മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരുടെ പങ്ക് എന്താണ്? ടോമി, കേസിൽ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് അഗതി മന്ദിരം നടത്തുന്ന ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന അഗതി മന്ദിരം നടത്തുന്ന ഫ്രാൻസിസ് എന്ന് പറയപ്പെടുന്ന, പിന്നീട് ബ്രദർ അമൽ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. ഇതിൻ്റെ അതും അദ്ദേഹത്തിൻ്റെ 2 സഹായികളുമാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ഇയാളെ ഈ പരിക്ക് പറ്റിയ മാരകമായ രീതിയിൽ പരിക്ക് പറ്റിയ ആലപ്പുഴ സ്വദേശി സുദർശനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഈ വഴിയിൽ നിന്ന് ബഹളമുണ്ടാക്കിയെന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചാണ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളെ റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇയാളെ മറ്റൊരിടത്തേക്ക് മാറ്റാം. കാരണം മാനസിക വിഭ്രാന്തി അടക്കം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇയാളെ ഈ അഗതി മന്ദിരത്തിലേക്ക് ഇവിടേക്ക് എത്തിക്കുന്നത്. ഇവിടെ വെച്ച് ഇയാൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ വെച്ചാണ് ഈ രീതിയിൽ മാരകമായ രീതിയിലേക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാൾക്ക് കത്തിക്കൊണ്ട് ദേഹമാസകലം കത്തിക്കൊണ്ട് കുത്തേൽക്കുകയും അതോടൊപ്പം തന്നെയാണ് ജനനേന്ദ്രിയം ഛേദിക്കപ്പെടുന്ന രീതിയിലേക്കും എല്ലാം തന്നെ ആയത്. ഇയാളെ പിന്നീട് ഇവർ ചേർന്ന്, കാരണം ഇവിടെ വെച്ച് ഇയാൾ മരിച്ചു പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ഇവിടെ നിന്ന് ഇവാഞ്ചലിക്കൽ ആശ്രമത്തിന് തന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോവുകയും അവിടെ ഇയാളെ ആളൊഴിഞ്ഞെടുത്ത് ഉപേക്ഷിക്കുകയുമാണ് ഉണ്ടായത്. ഇത് ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഈ ആശ്രമത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിരുന്നില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് ഇയാളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളുമെല്ലാം തന്നെ വ്യക്തമായിരുന്നു. അതിനുശേഷമാണ് ഇയാളെ എവിടെയാണ് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെല്ലുകയും കൂനമ്മാവിൽ ഈ ആശ്രമത്തിൻ്റെ സ്ഥലത്ത് ഇവിടെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് അന്ന് തന്നെ ഇവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞിരുന്നത്. വ്യക്തമായ മറ്റൊരു ഉത്തരവും നൽകിയിരുന്നില്ല. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ വ്യാപകമായ അന്വേഷണത്തിൽ ഈ CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ ആശ്രമത്തിൻ്റെ വാഹനം അവിടെ നിന്ന് കടന്നു പോകുന്നൊരു ദൃശ്യങ്ങൾ കിട്ടുന്നു. പിന്നീടാണ് ഇതിലേക്ക് കൂടുതൽ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് ഇയാളുടെ സഹായികൾ ആദ്യം പിടികൂടുന്നത്. സഹായികൾ പറഞ്ഞു നൽകിയിരിക്കുന്നൊരു മൊഴി ഈ അമൽ പറഞ്ഞിട്ടാണ്, ഈ ആശ്രമം നടത്തിപ്പുകാരൻ പറഞ്ഞിട്ടാണ് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ഈ ആക്രമണത്തിനിരയായി മരിച്ചു പോകുമെന്നൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ ഉപേക്ഷിക്കാനായിട്ടുള്ള നിർദ്ദേശത്തിലാണ് ഇയാളെ ഇവർ കൊണ്ടുവന്ന് ഇവിടുന്ന് ഉപേക്ഷിക്കുകയും തുടർന്ന് ഇവർ കടന്നു കളയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ ഇവിടെ ഈ അഗതി മന്ദിരത്തിനുള്ളിൽ വെച്ച് മറ്റ് അന്തേവാസികളാണ് ഈ സുദർശനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിൻ്റെ കാരണമൊന്ന് വ്യക്തമാകണം. ഈ മർദ്ദനത്തിൻ്റെ കാരണം വ്യക്തമാണ്. മാത്രമല്ല, മരിച്ചുവെന്ന് കരുതിയാണ് ഈ അഗതി മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാർ ഇയാളെ വഴിയരികിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്. അതിനപ്പുറം ഈ മർദ്ദനത്തിൽ ഈ ബ്രദർ അമൽ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനും സഹായികൾക്കും വ്യക്തമായ പങ്കുണ്ടോ? ടോമി, മർദ്ദനത്തിൽ ഇവർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവരെല്ലാം നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. പക്ഷെ അറിയേണ്ടത് എന്ത് കാരണത്താലാണ് ഈ രീതിയിലുള്ളൊരു കൊടിയ പീഡനം, കൊടിയ മർദ്ദനം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നതാണ്.
ഇത് സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കാരണം ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇതേപോലെ ഇത്ര നിഷ്ഠൂരമായി ഇയാളെ മർദ്ദിച്ച് അവശയാക്കണമെങ്കിൽ എന്താണ് നടന്നിരിക്കുന്നത്? കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെടാനൊരു സാധ്യതയും പോലീസ് കരുതുന്നുണ്ട്. കാരണം അതിൽ അന്തേവാസികളാണോ അതോ പുറത്തു നിന്നുള്ളവർ ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ സുദർശനൻ കൊലപാതക കേസുകളിലടക്കം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരാളാണ്. അപ്പോൾ മറ്റു രീതിയിലുള്ളൊരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിൻ്റെ ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആശ്രമത്തിന് അകത്ത് വെച്ച് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പരിശോധന വേണം. CCTV അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ വരാപ്പുഴ പോലീസും ഈ കേസിൽ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം അവരുടെ ഭാഗത്തു നിന്നും അന്വേഷണം തുടരുകയാണ്. 2 പോലീസ് സ്റ്റേഷനിലാണ് കേസ് വന്നിരിക്കുന്നത്. ഒന്ന് കൊടുങ്ങല്ലൂരും നിരവധി മാനസിക വിഭ്രാന്തിയുള്ളവര്, ആരോരുമില്ലാത്തവര്, വയോധികരൊക്കെയാണ് ഈ ആശ്രമത്തില് കൂനമാവിലെ ഈ അഗതി മന്ദിരത്തിൽ താമസിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് എന്തെങ്കിലും ആരോപണം ഈ അഗതി മന്ദിരത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടോ? സമാനമായ എന്തെങ്കിലും കേസുകൾ, ഈ അന്തേവാസികളെ മർദ്ദിച്ച സംഭവങ്ങൾ എന്തെങ്കിലും ഉയർന്നു വന്നിട്ടുള്ളതാണോ? ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ക്രിമിനൽ സ്വഭാവത്തോടുകൂടി ഈ രീതിയിലുള്ള ഒരു അക്രമം നടന്നതായും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ ചില ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരുന്നത് സാമ്പത്തികമായ ചില കാര്യങ്ങൾ, ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ്. പക്ഷെ അതിലൊരു നിയമകാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിൽ ഒരു തുടർച്ചയിലേക്ക് അത് പോയിരുന്നില്ല. ചില ആരോപണങ്ങൾ എന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നത്. ഇതിപ്പോൾ ഒരു തീർത്തും ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊലപാതക ശ്രമം അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തുള്ള ഒരു അന്തേവാസികളെന്ന് പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. പലരും അശരണരാണ്, ഉപേക്ഷിക്കപ്പെട്ടവരാണ്, പലരും പ്രായാധിക്യമുള്ളവരാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അത് ആ രീതിയിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് പിന്നെ അവിടെ ഒരു കാരണമുണ്ടായി, ഇങ്ങനെ ഇയാൾക്ക് മർദ്ദനമേൽക്കാനുള്ള കാരണമുണ്ടായി? ഇവർ രണ്ടുപേരും തന്നെ ഇവരെ കസ്റ്റഡിയിൽ എടുത്തവരെല്ലാം ഇവരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് എന്തായിരിക്കും കാരണമെന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ആശുപത്രിയിൽ കഴിയുന്നയാൾ സുദർശൻ്റെ നില ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ഇയാളുടെ കണ്ണിനടക്കം മുറിവേറ്റിട്ടുണ്ട്, കത്തിക്കൊണ്ട് വരഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത്ര നിഷ്ഠൂരമായിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ളൊരു കാരണം? ജനനേന്ദ്രിയം അടക്കം ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കത്തിക്കൊണ്ട് ശരീരത്തിൽ പല ഇടങ്ങളിലായിട്ട് കൊണ്ട് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് ഇയാളെ തീർത്തും കൊലപ്പെടുത്തുവാൻ വേണ്ടി തന്നെയുള്ള ശ്രമങ്ങളാണോ അതോ ഏതെങ്കിലും ഒരു കാരണങ്ങളുടെ പേരിൽ തുടക്കത്തിലുണ്ടായ മർദ്ദനങ്ങളാണോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വൈകാതെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായൊരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.